Hi all, welcome to Ignite e-learning. നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. പ്ലസ് വണ്ണിൽ നിങ്ങൾ റിലേഷൻ എന്താണെന്നും ഫങ്ഷൻ എന്താണെന്നും ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് റിലേഷൻ? അതിനു മുമ്പ് നമുക്കറിയാം റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബന്ധമാണ്. ബന്ധത്തെയാണ് റിലേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 2 less than 3. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 എന്ന് പറയുന്നത് 3നേക്കാളും ചെറുതാണ്. അപ്പോൾ 2ഉം 3ഉം തമ്മിലുള്ള ബന്ധമാണ് ലെസ് ദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വേറെ നോക്കുവാണെങ്കിൽ 2 ലൈൻ പാരലൽ ആണ്. അതെന്താണ്? ആ ലൈൻ തമ്മിലുള്ള ബന്ധമാണ് പാരലൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ പറയുന്നത്, നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്ന റിലേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സെറ്റുകൾ തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, അപ്പോൾ റിലേഷൻ വെച്ചാൽ എന്താണ് നമുക്ക് കാണാം. അതിനു മുമ്പ് നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് A ക്രോസ് B എന്നാണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ എയും ബി എന്നും പറയുന്നത് 2 നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം. അതായത് അതിൻ്റെ അത് ഉറപ്പായിട്ടും ഒരു എലമെന്റേലും ഉണ്ടായിരിക്കണം. ഓക്കെ, 2 നോൺ എംപ്റ്റി സെറ്റ് എയും ബിയും എടുത്തു. അങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് വേർ ഫസ്റ്റ് എലമെന്റ് ബിലോങ്സ് ടു ഫസ്റ്റ് സെറ്റ്, സെക്കൻഡ് എലമെന്റ് ബിലോങ്സ് ടു സെക്കൻഡ് സെറ്റ്. അതായത് A ക്രോസ് B ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ. നമുക്കിപ്പോൾ എ ബി എന്ന് കൊടുക്കാം. വേർ എ എലമെന്റ് ഓഫ് എ ആൻഡ് ബി എലമെന്റ് ഓഫ് ബി. അപ്പോൾ ഓർഡേർഡ് പെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പെയറായിട്ട് എഴുതുന്നത്. അതായത് ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് സെറ്റിൽ നിന്ന് വരണം, സെക്കൻഡ് എലമെന്റ് സെക്കൻഡ് സെറ്റിൽ നിന്നും വരണം. അപ്പോൾ നമുക്ക് കിട്ടി A ക്രോസ് B എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർസിന്റെ സെറ്റ് ആണെന്ന് കിട്ടി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 എടുത്തു. ബി എന്ന് പറയുന്ന സെറ്റ് എ ബി എന്നും എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ A ക്രോസ് B എന്ത് വരും? A ക്രോസ് B എന്ന് പറയുന്നത് എന്താണ്? ഓർഡേർഡ് പെയർസിന്റെ സെറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് ഏതായിരിക്കണം? എയിലെ എലമെന്റ് ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ 1 എടുക്കാം. 1 എടുത്തു. ഇനി രണ്ടാമത്തെ എലമെന്റ് ബിയിലുള്ളതായിരിക്കണം. അപ്പോൾ 1 A വന്നു. ഇനി അടുത്ത എലമെന്റ് എന്ത് വരും? 1 B വരും. അടുത്ത ഓർഡർ പെയർ ഏതാ വരിക? 2A 2B 3A 3B. അതായത് A ക്രോസ് B നമുക്ക് കിട്ടി 1A 1B 2A 2B 3A 3B. ഇതൊരു സെറ്റ് ആണല്ലോ. സെറ്റ് എന്ന് വെച്ചാൽ കുറച്ച് കളക്ഷൻ. ഇവിടുത്തെ കളക്ഷൻ എന്താണ്? ഓർഡേർഡ് പേഴ്സിന്റെ കളക്ഷൻ ആണ് A ക്രോസ് B എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു 2 സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നോക്കി നമുക്ക് റിയൽ സെറ്റ് എടുക്കാം. അതായത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ്. അതെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? R ആണ്. അങ്ങനെയാണെങ്കിൽ R ക്രോസ് R എന്തായിരിക്കും? R ക്രോസ് R എന്ന് പറയുന്നത് നമ്മളിവിടെ ഓർഡേർഡ് പെയറിന്റെ സെറ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് വരേണ്ടത് ആറിൽ നിന്നായിരിക്കണം. അതായത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്നായിരിക്കണം. സെക്കൻഡ് എലമെന്റും ആറിൽ നിന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ എ ബി എലമെന്റ് ഓഫ് ആറായിരിക്കണം. ഇതെന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഇതെന്ന് പറയുന്നത് ഒരു പ്ലെയിനിലെ പോയിന്റ് അല്ലേ. അതായത് R ക്രോസ് R എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിനിലെ പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ R ക്രോസ് R ആണെങ്കിൽ എന്ത് വരും? ഇവിടെ നമുക്ക് 3 സെറ്റ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ട്രിപ്പിൾറ്റ് ആണ് വരിക. A B C വേർ A B C എലമെന്റ് ഓഫ് R ആയിരിക്കും. ഇവിടെ സെറ്റ് എന്ന് പറയുന്ന R തന്നെ ആയതുകൊണ്ടാണ് എയും ബിയും സിയും ആറിലെ എലമെന്റ് തന്നെ പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതൊരു 3 ഡയമെൻഷനിലെ ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ കാണുന്നത് റിലേഷൻ എന്താണെന്നാണ്. ഓക്കെ, ഇപ്പൊ റിലേഷൻ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. റിലേഷൻ വെച്ചാൽ ഞാൻ പറഞ്ഞു 2 സെറ്റുകൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 2 നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം. എപ്പോഴും നോൺ എംപ്റ്റി സെറ്റുകൾ തമ്മിൽ നമുക്കൊരു റിലേഷൻ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എ ആൻഡ് ബി നമ്മൾ 2 നോൺ എംപ്റ്റി സെറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. നമ്മൾ റിലേഷനെ R വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ R എന്ന് പറയുന്നത് A ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. A ക്രോസ് ബി എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത് ഈ A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം.
A equal to set 1, 2, 3, 4 and B equal to set A, B. അങ്ങനെയാണെങ്കിൽ A cross B എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ കണ്ടതാണ്. A cross B എന്ന് പറയുന്നത് എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ ആണ്. അപ്പോൾ ഫസ്റ്റ് എഴുതേണ്ട എലമെന്റ് എയിലെ ആയിരിക്കണം, സെക്കൻഡ് എഴുതേണ്ട എലമെന്റ് ബിയിലെ ആയിരിക്കണം. 1A 1B 2A 2B 3A 3B 4A 4B. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിൽ 4 എലമെന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റിൽ 2 എലമെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ ഉറപ്പായിട്ടും 8 എലമെന്റ് ഉണ്ടാവും. അതായത് 4 × 2 എലമെന്റ്സ് എവിടെ ഉണ്ടാവും? എ ക്രോസ് ബിയിൽ ഉണ്ടാവും. അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി നോക്കി 8 എലമെന്റ് ഉണ്ടല്ലോ, ഇവിടെ 8 എലമെന്റ് ഉണ്ട്. ഇനി നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുക. റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുക സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി where A is an odd number. ഇങ്ങനെ ഒരു റിലേഷൻ എടുക്കുകയാണ്. അതായത് ഓർഡേർഡ് പെയറിന്റെ സെറ്റ് ആണ് വേണ്ടത്. എങ്ങനെ? ഫസ്റ്റ് എലമെന്റ് ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ എടുത്തേക്കുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണ്? എ ക്രോസ് ബി ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും? എ എന്ന് പറയുന്ന ഓഡ് നമ്പർ ആയിരിക്കണം. ഇവിടെ ഫസ്റ്റ് എലമെന്റ് ഓഡ് നമ്പർ വരുന്ന ഈ 2 എലമെന്റും മൊത്തം 4 എലമെന്റ് അല്ല വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിലേഷൻ എന്ന് പറയുമ്പോൾ 1A 1B 3B 3A 3B. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിലേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഉണ്ടോ? എ ക്രോസ് ബിയുടെ കൃത്യ സബ്സെറ്റ് അല്ലേ കിട്ടിയേക്കുന്നത്. ഇതിൽ 8 എലമെന്റ് ഉണ്ട്, ഇതിൽ 4 എലമെന്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒരു റിലേഷൻ എന്ന് പറയാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ ഒരു റിലേഷൻ കിട്ടി. നമുക്കിത് ആരോ ഡയഗ്രാം വെച്ച് നോക്കാം. അപ്പോൾ ആരോ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റ് എ, സെക്കൻഡ് സെറ്റ് ബി, അത് തമ്മിലുള്ള റിലേഷൻ ആർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, എയിൽ എത്ര എലമെന്റ്? 1, 2, 3, 4 അതൊക്കെയാണ് എയിലെ എലമെന്റ്. 1, 2, 3, 4. ബിയിൽ എയും ബിയും. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് എലമെന്റ് ഓഡ് നമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കിട്ടിയേക്കുന്ന ഓർഡേർഡ് പെയർസ് ഒക്കെയാണ് 1A 1B 3A 3B. അതായത് 1 റിലേറ്റഡ് ടു എ, 1 റിലേറ്റഡ് ടു ബി, 3 റിലേറ്റഡ് ടു എ, 3 റിലേറ്റഡ് ടു ബി. അപ്പോൾ എങ്ങനെ വരും? 1 റിലേറ്റഡ് ടു എ, 1 related to B, 3 related to A, 3 related to B. അപ്പോൾ ഇതാണ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റിലേഷൻ നമുക്ക് 2 എലമെന്റ് തമ്മിലുള്ള റിലേഷനെ A, R, B എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 1 റിലേറ്റഡ് ടു എ ആണ്, അതോടൊപ്പം 1 റിലേറ്റഡ് ടു ബി ആണ്. പിന്നെ നമ്മളിവിടെ കിട്ടിയേക്കുന്നത് ഏതാണ്? 3 ആണ്. അപ്പോൾ 3 റിലേറ്റഡ് ടു എ ആണ്, 3 റിലേറ്റഡ് ടു ബി ആണ്. അപ്പോൾ ഇത്രയും റിലേഷനാണ് നമുക്ക് ഈ ഒരു റിലേഷൻ വഴി കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ റിലേഷൻ കണ്ടു. നമ്മൾ എ ക്രോസ് ബി, നമ്മളൊരു എക്സാമ്പിൾ ചെയ്തിട്ട് എ ക്രോസ് ബിയിലുള്ള ഒരു എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിട്ടൊരു 6 കണ്ടു. ഇനിയിപ്പോൾ നോക്കി, ഇനിയിപ്പോൾ നമുക്ക് ഡൊമൈൻ എന്താ, കോഡൊമൈൻ എന്താ, റേഞ്ച് എന്താണെന്നൊക്കെ നിങ്ങൾ +1 പഠിച്ചതല്ലേ. നമുക്കൊന്നും കൂടെ നോക്കാം. ഇവിടെ നമുക്ക് ഒരു റിലേഷൻ കിട്ടി 6. എന്ത്? എയിലും ബിയും തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടി. ഇനി ഇതിൻ്റെ ഈ ഓർഡേർഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റ് എടുക്കുക. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 1ഉം 3ഉം അല്ലേ. അപ്പോൾ ഈ റിലേഷനിൽ വന്നേക്കുന്ന ഓർഡേർഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റിന്റെ എല്ലാ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നമ്മൾ ഡൊമൈൻ എന്ന് പറയുക. അപ്പോൾ ഈ റിലേഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1, 3 ആണ്. ഇനി റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് ആയിട്ട് വരുന്ന എലമെന്റ്സ് ആയിരിക്കും. റേഞ്ച് ഇവിടുത്തെ ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെന്റ്സ് ഏതൊക്കെയാണ്? എയും ബിയും. അപ്പോൾ നമുക്ക് ഡൊമൈനും കിട്ടി, റേഞ്ചും കിട്ടി. ഇനിയുള്ളത് കോഡൊമൈൻ ആണ്. കോഡൊമൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഞ്ച് ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു ഫുൾ സെറ്റില്ലേ, അതിനെയാണ് കോഡൊമൈൻ എന്ന് പറയുന്നത്. ഇവിടെ റേഞ്ച് സെറ്റ് എ ബി ആണ്, അത് തന്നെയാണ് ബിയും, അത് തന്നെയാണ് ഈ കേസിൽ കോഡൊമൈൻ വന്നേക്കുന്നത്.
കോഡൊമെയിൻ എന്ത് വരും? സെറ്റ് എ ബി തന്നെ വരും. എ ബി എന്ന് പറയുന്നത് ബി ആണ്. ഇപ്പോൾ ഇവിടെ വേറൊരു എലമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കോഡൊമെയിൻ എന്ന് പറയുന്നത് ആ ഒരു സെറ്റിനെ ഫുള്ളാണ് നമ്മൾ കോഡൊമെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എ ക്രോസ് ബിയിൽ, ഇപ്പോൾ എയിൽ ഒരു നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എമ്മും ബിയിൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്നും ആണെങ്കിൽ എ ക്രോസ് ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്താണ്? n. എ ക്രോസ് ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും? m ഇൻറ്റു n ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽ രണ്ട് സെറ്റ് തമ്മിലുള്ള റിലേഷൻസ്, നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ റിലേഷൻസ് എന്താണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് അല്ലേ? അപ്പം ഒരു സെറ്റിന്റെ പോസിബിൾ സബ്സെറ്റിന്റെ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 2 raised to നമ്പർ ഓഫ് ദാറ്റ് സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു എ ക്രോസ് ബിയുടെ എലമെന്റ്സ് എത്രയാണ്? mn എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പോസിബിൾ റിലേഷൻസ് എന്ന് പറയുന്നത് 2 raised to m ഇൻറ്റു n ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു സെറ്റിനും ആ സെറ്റിൽ തന്നെയുള്ള റിലേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പം എ റിലേഷൻ ഇൻ എ സെറ്റ് എ, അതെന്ന് പറയുന്നത് എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. അപ്പോൾ റിലേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ പലതരം റിലേഷൻസ് ഉണ്ട്. ആദ്യം നമുക്ക് എംപ്റ്റി റിലേഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ പഠിക്കാനുള്ളത് ഒരു സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്ക് തന്നെയുള്ള റിലേഷനാണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എംപ്റ്റി റിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എലമെന്റ്, ആ ഒരു എ എന്ന് പറഞ്ഞ സെറ്റ് നമുക്ക് എടുക്കാം, നോൺ എംപ്റ്റി ആയിട്ടുള്ള സെറ്റ്. അതിലെ എല്ലാ എലമെന്റും ആ സെറ്റിൽ തന്നെ എലമെന്റിനോട് റിലേറ്റ് ചെയ്യപ്പെടുകയില്ല. അപ്പോൾ നമ്മൾ എംപ്റ്റി റിലേഷൻ എന്താണെന്ന് കണ്ടു. ഇഫ് നോ എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് എ. ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു സെറ്റ് എടുക്കാം. എ ഈക്വൽ ടു 1 2 3 4 എടുക്കാം. ഞാൻ ഇനി ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുവാണ്. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി വെയർ a മൈനസ് ബി ഈക്വൽ ടു 10. അതായത് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഇതൊരു റിലേഷനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണല്ലോ. ഇവിടെ എ ക്രോസ് എ എന്ത് വരും? എ ക്രോസ് എ എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ. എങ്ങനെ? എയിൽ നിന്നും എയിലേക്കുള്ള ബന്ധമാണ്, എയിൽ നിന്നും എയിലേക്കുള്ളത്. അതായത് 1 2 3 4 ആണ് എയിലെ എലമെന്റ്സ്. അപ്പോൾ എ ക്രോസ് എ എന്ത് വരും? 1 1 1 2 1 3 1 4 ഇങ്ങനെ തുടർന്ന് വരും. മൊത്തം എത്ര എലമെന്റ്സ് വരും? 16 എലമെന്റ്സ് വരും. എങ്ങനെ? എയിൽ 4 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എയിൽ 4 × 4 എലമെന്റ്സ് ഉണ്ടാവും. അതായത് 16 എലമെന്റ്സ് വരും. ഓക്കെ, ഇത് ഞാൻ മൊത്തം എഴുതുന്നില്ല. ഇനി നോക്കി, ആർ എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്ന എ മൈനസ് ബി എന്ന് പറയുന്നത് 10 കിട്ടണം. നമുക്ക് ഫസ്റ്റ് ഓർഡർ പെയർ എടുക്കാം, 1 1. അപ്പം 1 1 എന്ന് എടുക്കുമ്പോൾ 1 1, അങ്ങനെയാണെങ്കിൽ 1 - 1 എന്താണ്? 0 ആണ്. 1 - 1 നമുക്ക് 0 കിട്ടും. നമുക്ക് വേണ്ടത് 10 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 1 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എന്തിലില്ല? ഈ റിലേഷൻ ആറിലില്ലെന്ന് മനസ്സിലായി. ഇനി അടുത്ത ഓർഡർ പെയർ എത്രയാ? 1 2 ആണ്. 1 2 എടുക്കുമ്പോൾ ഇപ്പോൾ റിലേഷൻ ഉണ്ടെങ്കിൽ ഈ ആറിലുണ്ടെങ്കിൽ എങ്ങനെ വരണം? 1 - 2 വരണം. 1 - 2 എത്രയാണ് നമുക്ക് കിട്ടുക? -1 നോക്കിയാൽ 10 അല്ല കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ 1 2ഉം നമുക്ക് എന്തിൽ കിട്ടില്ല? ഈ ആറിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 4 3 ഇതിലൊരു എ ക്രോസ് എയിൽ എലമെന്റ് ആണല്ലോ. അപ്പം നമ്മൾ ഈ ആറിലുണ്ടെങ്കിൽ എന്ത് പറയണം? 4 - 3 എന്ന് പറയുന്നത് 10 ആണ്. പക്ഷെ ഇവിടെ 4 - 3 എത്രയാണ്? 1 ആണ്. അപ്പോൾ ഈ 4 3 എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും എന്തിലില്ല? ഈ റിലേഷൻ ആറിലില്ല. അപ്പോൾ ഈ 16 ഓർഡേർഡ് പെയർസ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റും ഈ റിലേഷൻ്റെ അകത്ത് ഒരു ഓർഡേർഡ് പെയറും ഇല്ലാന്ന്. അതായത് ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എംപ്റ്റി റിലേഷൻ ആണെന്ന് മനസ്സിലാവും. നമുക്കറിയാം എംപ്റ്റി സെറ്റ് എപ്പോഴും ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് ആണല്ലോ.
അപ്പോൾ ഫൈ എന്താണ്? എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടി ഈ കേസിൽ ഈ റിലേഷൻ വെച്ചിട്ട് ഒരു ഓർഡേർഡ് പെയറും, നമ്മുടെ സെറ്റ് എ ആണ് കേട്ടോ. അപ്പം ഈ ഒരു റിലേഷനിൽ ഒരു ഓർഡേർഡ് പെയറും ഇല്ല. അതായത് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു എംപ്റ്റി റിലേഷനാണെന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സൽ റിലേഷൻ എന്താണെന്നാണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ടൈപ്പ് ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻ ആണ്. അതായത് എംപ്റ്റി റിലേഷൻ വെച്ച് എന്താണ്? പരസ്പരം ഒരു ബന്ധമില്ല. അതായത് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിന് പരസ്പരം ഒരു ബന്ധമില്ലാത്തതിന് നമ്മൾ എംപ്റ്റി റിലേഷൻ വെച്ച് എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ റിലേഷൻ എന്തായിരിക്കും? എയിലെ എല്ലാ എലമെന്റിനും എയിലെ എലമെന്റ്സുമായിട്ട് ബന്ധമുണ്ടാകും. അതായത് ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവറി എലമെന്റ് ഓഫ് എ. എയിലെ എലമെന്റ്സ് എയിലെ എലമെന്റിനോട് തന്നെ ബന്ധപ്പെട്ടി ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ എടുത്ത സെറ്റ് നമുക്ക് എടുക്കാം. എ ഈക്വൽ ടു 1 2 3 4. അങ്ങനെ ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി വേർ മോഡുലസ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിൽ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും എന്നാണ് ഇവിടുത്തെ റിലേഷൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എ ക്രോസ് എ എന്ന് പറയുന്നതിൽ 16 എലമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ അതിൻ്റെ എലമെൻറ്റ്സ് എങ്ങനെയാണ്? 1 1 1 2 ഇങ്ങനെ പോകുന്ന എലമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം എത്ര? 16 എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ്റെ അകത്ത് ഏതൊക്കെ ഓർഡേർഡ് പെയർസ് ആണ് വരുന്നത് നോക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡേർഡ് പെയർ എടുക്കാം. 1 1 എടുത്തു. ഇനി ഈ 1 1 എന്ന് പറയുന്ന ഈ ഓർഡേർഡ് പെയർ ഈ റിലേഷൻ ഉണ്ടെങ്കിൽ അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ? ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 1 എടുക്കുമ്പോൾ നമ്മൾ 1 മൈനസ് 1ൻ്റെ മോഡുലസ് എടുക്കണം. 1 മൈനസ് 1 എന്താണ്? 0 ആണ്. അതിൻ്റെ മോഡ് എടുക്കുമ്പോൾ നമുക്ക് 0 തന്നെ കിട്ടും. അതായത് ഈ 1 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 1 1 എന്തായാലും ഈ റിലേഷൻ്റെ അകത്ത് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ഓർഡേർഡ് പെയർ എടുക്കാം. 1 2 എടുക്കാം. 1 2 എടുക്കുമ്പോൾ മോഡുലസ് 1 മൈനസ് 2 നോക്കണം. അത് എത്രയാണ്? മോഡുലസ് -1. മോഡ് -1 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പർ മോഡുലസ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ആണ്. അപ്പോൾ ഈ 1 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ഇനി ഇങ്ങനെ 16 എലമെൻറ്റ്സും ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ചെയ്യും. നോക്കി, നമുക്ക് വേറൊരു ഓർഡേർഡ് പെയർ എടുക്കാം. 4 2 എടുക്കാം. 4 2 എടുക്കുമ്പോൾ നമ്മൾ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? 4 മൈനസ് 2ൻ്റെ മോഡുലസ് എടുക്കണം. അതായത് മോഡ് 2 എടുത്തു. മോഡ് 2 എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. 2 എന്ന് പറയുന്നത് 0-നേക്കാളും വലുതുമാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ 4 2ഉം എന്താണ്? ഈ റിലേഷനിൽ ഉണ്ട്. ഇങ്ങനെ ഈ 16 ഓർഡേർഡ് പെയർസും ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എ ക്രോസ് എ ആണ്. അതായത് എയിലെ എലമെൻറ്റ്സ് എല്ലാം ആ എലമെൻറ്റ്സിനോട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കിപ്പം മാപ്പിംഗ് നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4. ഇവിടെ എ ക്രോസ് എ ആണല്ലോ. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ് പിന്നെ എടുക്കേണ്ടത്. അപ്പോൾ 1 2 3 4. അപ്പോൾ യൂണിവേഴ്സൽ റിലേഷനിൽ ഈ എ ഫസ്റ്റ്, അതായത് നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നതിൽ ഈ എലമെൻറ്റ്സ് എല്ലാം കോഡൊമൈനിലെ എലമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. 1 2 3 ഉണ്ടോ? എല്ലാ എലമെൻറ്റ്സിനോടും റിലേറ്റ് ചെയ്തിപ്പെട്ടിരിക്കും. അപ്പോൾ നോക്കിയേ, എല്ലാ എലമെൻറ്റ്സും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എന്തായി? യൂണിവേഴ്സൽ റിലേഷനായി. അപ്പോൾ നമ്മൾ എംപ്റ്റി റിലേഷൻ എന്താണ്, യൂണിവേഴ്സൽ റിലേഷൻ എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ കാണുന്ന ടൈപ്സ് ഓഫ് റിലേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പം ഒരു റിലേഷൻ എപ്പോഴാണ് റിഫ്ലെക്സീവ് ആകുന്നതെന്ന് നമുക്ക് പറയാം. ഇപ്പം നമുക്കറിയാം ഒരു ഓർഡേർഡ് പെയർ ഉണ്ടാവുമല്ലോ, എ ബി എന്നൊരു ഓർഡേർഡ് പെയർ ഉണ്ടാവും. പക്ഷേ നമ്മൾ റിഫ്ലെക്സീവ് ആകുന്ന എപ്പോഴാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓർഡേർഡ് പെയർ എ എലമെന്റ് ഓഫ് ആർ ആയിരിക്കും. ഫോർ ഓൾ എ എലമെന്റ് ഓഫ് നമ്മുടെ സെറ്റ് എ.
അതായത് സെറ്റ് എ ഉണ്ടെങ്കിൽ അതിലെ എല്ലാ എലമെന്റും തമ്മിൽ, അതായത് ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ ആണ് നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയുക. അതായത് എ റിലേറ്റഡ് ടു എ തന്നെ ആയിരിക്കും. ഓക്കെ, അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എ ഈക്വൽ ടു സെറ്റ് 1 2 3 എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റിലേഷൻ ജസ്റ്റ് എഴുതുവാണ്. റിലേഷൻ്റെ അകത്ത് 1 1 2 2 3 3 ഇങ്ങനെ ഒരു റിലേഷൻ എഴുതിയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, എയ്ക്കകത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 2 3. ആ 1 2 3 അതിന് നമുക്ക് 1 1 2 2 3 3 എന്നുള്ള ഓർഡേഡ് പേര് നമുക്ക് ഈ റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ റിലേഷൻ എന്താണെന്ന് പറയാൻ പറ്റും? റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു റിലേഷൻ എടുക്കാം. റിലേഷൻ 1 2 2 2 2 3 3 3. ഓക്കെ, ഇവിടെ റിലേഷൻ എടുത്തു. എങ്ങനെയുള്ള റിലേഷൻ? 1 2 2 2 2 3 3 3. ഇതാണ് ഇതിൻ്റെ അകത്തെ ഓർഡേഡ് പേഴ്സ് ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഈ എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റിനെയും നമുക്ക് എ എ, അതായത് ആ ഓർഡേഡ് പേരിൽ എഴുതാൻ പറ്റണം. അതായത് നോക്കി, ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുത്തേക്കുന്നത് എന്താണ്? 1 2 3 ആണ്. അപ്പോൾ നമ്മൾ ഇത് റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ആ റിലേഷൻ്റെ അകത്ത് 1 1 എന്ന് പറയുന്ന ഓർഡേഡ് പേരും ഉണ്ടാവണം, 2 2 എന്ന് പറയുന്ന ഓർഡേഡ് പേരും ഉണ്ടാവണം, 3 3 എന്ന് പറയുന്ന ഓർഡേഡ് പേരും ഉണ്ടാവണം. അപ്പോൾ ഈ റിലേഷൻ നോക്കിക്കേ, ഈ റിലേഷനകത്ത് 2 2 ഉണ്ട്, 3 3 ഉണ്ട്, പക്ഷെ എന്തില്ല? 1 1 എന്ന് പറയുന്ന ഓർഡേഡ് പേരില്ല. അപ്പോൾ അതായത് 1 1 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ദ റിലേഷൻ ആർ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റിലേഷൻ എന്തല്ല? ഈസ് നോട്ട് റിഫ്ലെക്സീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് സിമെട്രിക് റിലേഷൻ ആണ്. നമുക്കറിയാം സിമെട്രിക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മിറർ ഇമേജ് ആണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ എക്സ് എന്ന് പറയുന്ന ഒരു സിമെട്രി ആണല്ലോ. ഇതിന് നേരെ പകുതി എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിറർ ഇമേജ് ആണല്ലോ. അതിനെയാണ് നമ്മൾ സിമെട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെറ്റിന്റെ കേസിലും ഈ റിലേഷന്റെ കേസിലും ഒരു സിമെട്രി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എപ്പോഴാണ് ഒരു റിലേഷൻ സിമെട്രിക് ആകുന്നത്? നമുക്കിപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പേര് നമ്മുടെ റിലേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ദിസ് ഷുഡ് ഇംപ്ലൈ ബി എ ഈസ് ആൻ എലമെന്റ് ഓഫ് ആർ. എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഈ റിലേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സിമെട്രി, അതായത് അതിൻ്റെ മിറർ ഇമേജ്, അതായത് എന്തായിരിക്കും? നേരെ തിരിച്ചെഴുതുന്നത് ബി എ എന്ന് പറയുന്നതും ഈ റിലേഷനകത്ത് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? അത് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ സെറ്റ് തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. നമ്മൾ റിലേഷൻ എടുത്തു 1 2 2 1 3 1 1 3 ഇതെടുത്തു. ഓക്കെ, 1 2 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. 1 2 എന്ന് പറയുന്ന ഈ ഓർഡേഡ് പെയർ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് സിമെട്രിക് ആകണമെങ്കിൽ എന്തും കൂടെ വേണം? 2 1 കൂടെ വേണം. അപ്പോൾ ഇതെന്താണ്? ഇത് ഒരു സിമെട്രിക് ആണ്. പക്ഷെ നമ്മൾ നോക്കണം, നമ്മൾ ഈ ഒരു ഓർഡേഡ് പെയർ മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ ഈ റിലേഷനകത്തുള്ള എല്ലാ ഓർഡേഡ് പെയറും നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓർഡേഡ് പെയർസ് ആണ് ഉള്ളത്. അപ്പം ആദ്യത്തെ ഓർഡേഡ് പെയർ 1 2 ആണ്. അതിൻ്റെ സിമെട്രിക് ആയിട്ടുള്ള ഓർഡേഡ് പെയർ എത്രയാണ്? 2 1 ആണ്. അത് ഈ റിലേഷനകത്തുണ്ട്. ഇനി അടുത്ത ഓർഡേഡ് പെയർ നമ്മൾ എടുത്തു 3 1. 3 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് എന്ത് വരും? അതായത് നേരെ തിരിച്ചിടുന്നത് എന്തൊരു 1 3 ആണ്. അപ്പോൾ 1 3യും ഈ റിലേഷനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റിലേഷൻ എന്താണ്? ഒരു സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. ഇനിയിപ്പം വേറൊരു റിലേഷൻ നമുക്ക് എടുക്കാം. ഈ സെറ്റിൽ തന്നെയുള്ള 2 2 1 3 1 2 2 1. ഓക്കെ, നമ്മൾ നാല് എലമെന്റ് ഉള്ള ഒരു റിലേഷൻ എടുത്തു വിചാരിക്കും. ഇത് 2 2 ആണ്. അപ്പോൾ നമ്മളിത് നോക്കേണ്ട ആവശ്യമില്ല. 1 3 എടുത്തു. 1 3 എടുക്കുമ്പോൾ അതിൻ്റെ സിമെട്രി എന്ന് പറയുമ്പോൾ 3 1 വേണം. അപ്പോൾ 3 1 പക്ഷേ ഈ റിലേഷനകത്തുണ്ടോ? ഈ റിലേഷനകത്ത് 3 1 ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോക്കി, ഇവിടെ 1 3 എലമെന്റ് ഓഫ് ആർ ആണ്. ബട്ട് 3 1 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ്
ആറാണ്. അപ്പോൾ എന്താണ് ഈ റിലേഷൻ എന്തായില്ല, ഇത് ഈ റിലേഷൻ സിമെട്രിക് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 1 2 ഉണ്ട്, 1 2ന്റെ സിമെട്രിക് ആയിട്ടുള്ള 2 1 ഉണ്ട് എന്ന് വെച്ച് നമുക്ക് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, 1 3 എന്ന് പറയുന്ന ഓർഡേർഡ് പെയറിന്റെ സിമെട്രി ആയിട്ടുള്ള 3 1 ഈ റിലേഷനകത്ത് ഇല്ല. അപ്പോൾ ഇതെന്തല്ല, ഈ റിലേഷൻ എന്താ നമുക്ക് പറയാൻ പറ്റും, സിമെട്രിക് അല്ലെന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ട്രാൻസിറ്റീവ് റിലേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എ ബി നമ്മുടെ റിലേഷൻ ആറിലുണ്ടെന്ന് വിചാരിച്ചു. എ ബി ഉണ്ട്, അതോടൊപ്പം ബി സിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദിസ് ഷുഡ് ഇംപ്ലൈ എ സി എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം. ഇങ്ങനെ വരുന്ന കേസിൽ മാത്രമേ എന്താവുള്ളൂ, ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആവുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. നമുക്ക് നമ്മൾ ഈ നേരത്തെ എടുത്ത സെറ്റ് തന്നെ നമുക്ക് എടുക്കാം. അപ്പം അതിനകത്ത് നമ്മൾ ഒരു റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, 1 2 2 3 1 3 2 1 1 1. ഓക്കെ, ഈ ഒരു റിലേഷൻ എടുത്തു. നോക്കിയേ, ഈ റിലേഷൻ എടുത്തപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ പെയർ എന്താണ്, 1 2 ആണ്. 1 2 ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കി 2 3 ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 1 2 എലമെന്റ് ഓഫ് നമ്മുടെ റിലേഷൻ ആണല്ലോ. അതെ, 2 3യും നമ്മുടെ റിലേഷനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 2 ക്യാൻസൽ ആയിട്ടുള്ള 1 3യും ഈ റിലേഷനകത്ത് വേണം. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഇത് ട്രാൻസിറ്റീവ് ആവുള്ളൂ. അപ്പോൾ നോക്കി, ഇവിടെ 1 3 ഉണ്ടല്ലോ, 1 3 ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. പക്ഷെ നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ ഓർഡേർഡ് പെയർസും നമ്മൾ നോക്കണം. ഓക്കെ, ഇനി വേറെ നോക്കുവാണെങ്കിൽ എന്തോരും, 1 2 2 1 1 2 എലമെന്റ് ഓഫ് ആർ ആണ്, 2 1 എലമെന്റ് ഓഫ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 1ഉം എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ മാത്രമല്ലേ ഇത് ട്രാൻസിറ്റീവ് ആവുള്ളൂ. 1 1 എലമെന്റ് ഓഫ് ആർ ആണല്ലോ, 1 1 എലമെന്റ് ഓഫ് ആർ ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ റിലേഷൻ എന്തായി, ഒരു ട്രാൻസിറ്റീവ് റിലേഷനായി. ഓക്കെ, ഇനി വേറൊരു ഇതിപ്പോൾ നമുക്ക് ഒരു റിലേഷനകത്ത് 1 2 ഉണ്ട്. നമ്മുടെ റിലേഷൻ ഇങ്ങനെ പോവാണ്, 1 2 1 1 1 3. നമ്മുടെ ആ സെറ്റിൽ തന്നെയുള്ള ഒരു റിലേഷൻ നമ്മൾ എടുത്തു. 1 2 1 1 1 3. ഇവിടെ നോക്കിക്കേ, 1 2 ഉണ്ട്, 1 1 ഉണ്ട്, 1 3 ഉണ്ട്. അതായത് നമ്മുടെ എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് പറയുന്ന ഒരു കേസ് എടുക്കാം. അതായത് 1 2 എലമെന്റ് ഓഫ് ആർ എടുത്തു. പക്ഷെ ഇതിൻ്റെ അകത്ത് 2 ആയിട്ട് റിലേറ്റ് 2 ഫസ്റ്റ് എലമെന്റ് വരുന്ന ഒരു ഓർഡേർഡ് പെയർ ഇല്ലല്ലോ, ഓർഡേർഡ് പെയർ ഇല്ല. അപ്പോൾ നമുക്കപ്പം ഈ നമ്മുടെ ഹൈപ്പോത്തിസിസ്, നമ്മൾ ഈ ഭാഗത്തിന് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഹൈപ്പോത്തിസിസിലെ ഒരു ഭാഗം ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ട്രാൻസിറ്റീവ് തന്നെയാണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ, ഇതുമായിട്ട് ഇങ്ങനെ 2 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റിനകത്ത് നമ്മുടെ റിലേഷനകത്തില്ല. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അടുത്ത് ഈ നമ്മുടെ ഇംപ്ലൈസ് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഇതും ഈ ഒരു റിലേഷനും എന്താണ്, ട്രാൻസിറ്റീവ് റിലേഷനാണ്. ഓക്കെ, ഇനി എപ്പോഴാണ് ട്രാൻസിറ്റീവ് അല്ലാത്തത്, നമ്മുടെ എ ബി എലമെന്റ് ഓഫ് ആർ ആണ്, ബി സി എലമെന്റ് ഓഫ് ആർ ആണ്. പക്ഷേ എ സി എലമെന്റ് ഓഫ് ആർ അല്ലാത്തപ്പോൾ എന്താവില്ല, ഇത് നോട്ട് ട്രാൻസിറ്റീവ് ആയിരിക്കും. അതായത് എ ബിയും ഉണ്ട്, ബി സിയും ആറിലുണ്ട്, പക്ഷെ എന്തില്ല, എ സി ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ എന്താവില്ല, ട്രാൻസിറ്റീവ് ആവില്ല. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഈ 3 റിലേഷനും പറഞ്ഞു. ഒരേ സമയം ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആകുമ്പോൾ ആ റിലേഷനെ നമ്മൾ പറയുന്നതാണ് ഇക്വലൻസ് റിലേഷൻ. അതായത് ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ അത് ഒരേ സമയം റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക്കും ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അതായത് ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്താണ്, സിമെട്രിക് റിലേഷൻ എന്താണ്, ട്രാൻസിറ്റീവ് റിലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് എ 1 2 3 4 5 6 ആസ് ആർ ഈക്വൽ ടു സെറ്റ് ഫോർ ഓർഡേർഡ് പെയർ എ ബി വെർ ബി ഈക്വൽ ടു a+1 ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ഓർ ട്രാൻസിറ്റീവ്. അതായത് തന്നിരിക്കുന്ന ഈ റിലേഷൻ
ഈ സെറ്റിൽ റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി വേർ ബി ഈക്വൽ ടു A+1. അതായത് ഈ ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റുമായിട്ട് ഒന്ന് കൂട്ടിയിട്ടുള്ളതായിരിക്കണം. നമുക്കറിയാം എ, അപ്പോൾ A ക്രോസ് A എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? A ക്രോസ് Aയിൽ 36 എലമെന്റ്സ് വരും. കാരണം എന്താ, ഇവിടെ Aയിൽ 6 എലമെന്റ്സ് ഉണ്ട്. അപ്പം A ക്രോസ് Aയിൽ 36 എലമെന്റ്സ് വരും. നമുക്കറിയാം A ക്രോസ് A എന്ന് പറയുമ്പോൾ 1 1 1 2 1 3 ഇങ്ങനെ അങ്ങ് പോകും. ഇപ്പം മൊത്തം എഴുതുന്നില്ല. ഓക്കെ, അപ്പോൾ A ക്രോസ് Aയിൽ മൊത്തം 36 എലമെന്റ്സ് വരും. ഓക്കെ, അപ്പോൾ റിലേഷൻ എന്താണ് പറയുന്നത്? R ഈക്വൽ ടു എ ബി വെൻ ബി ഈക്വൽ ടു A+1. ഈ റിലേഷനിൽ റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഈ റിലേഷനിൽ നമുക്ക് ഏതൊക്കെ ഓർഡേർഡ് പെയർസ് വരും? ഫസ്റ്റ് നമുക്ക് എയിലെ ഫസ്റ്റ് എലമെന്റ് എടുക്കാം, 1. A 1 ആണെങ്കിൽ ബി എന്തായിരിക്കും? ബി ഈക്വൽ ടു 1 + 1 2 ആയിരിക്കും. അതായത് നമുക്ക് ആദ്യത്തെ ഓർഡേർഡ് പെയർ കിട്ടി 1 2. ഏത്? ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേർഡ് പെയർ ആണല്ലോ 1 2. 1 2 ആണ്. ഇനി അടുത്ത എലമെന്റ്, എയിൽ അടുത്ത എലമെന്റ് 2. അപ്പം 2 എഴുതി. A 2 ആണെങ്കിൽ ബി എന്തായിരിക്കും? 2 + 1 2 + 1 3 ആയിരിക്കും. അപ്പോൾ അടുത്ത ഓർഡേർഡ് പെയർ എന്തായിരിക്കും? ആദ്യത്തെ എലമെന്റ് 3 ആണ്. അപ്പോൾ അടുത്ത എലമെന്റ് എന്ത് വരും? 4. നെക്സ്റ്റ് ഓർഡേർഡ് പെയർ 4 5. നെക്സ്റ്റ് ഇവിടെ നമുക്ക് 6 വരെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഓർഡേർഡ് പെയർ 5 6. ഇനി നോക്കി, ഇപ്പം സംശയം വരും, എയിൽ 6 ഉണ്ട്, പക്ഷേ എന്തുകൊണ്ട് 6 + 1 അതായത് 6 7 എന്നുള്ള ഓർഡേർഡ് പെയർ ഈ റിലേഷനിൽ വന്നില്ല എന്ന്? അതായത് കാരണം എന്താ? 6 കാര്യം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലും 6 + 1 ആണ് 7 എങ്കിലും ഈ 7 നമ്മുടെ എയ്ക്കകത്തുണ്ടോ? എയ്ക്കകത്തില്ല. അപ്പോൾ ഈ 6 7 എന്ന് പറയുന്ന ഈ ഓർഡേർഡ് പെയർ നമ്മുടെ A ക്രോസ് Aയിൽ ഉണ്ടാവില്ലല്ലോ. A ക്രോസ് Aയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ്. ഏതൊക്കെ ഓർഡേർഡ് പെയർസ്? 1 2 2 3 3 4 4 5 ആൻഡ് 5 6. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി റിലേഷൻ ഇതാണ് നമുക്ക് കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം റിലേഷൻ തന്നാൽ അത് ഏതൊക്കെയാണ് അതിൻ്റെ അകത്ത് എലമെന്റ്സ് എന്ന് ആദ്യമേ എഴുതുക. ഇനി നമ്മൾ ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കണം. ഓക്കെ, ഇപ്പോൾ റിഫ്ലെക്സീവ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എ എലമെന്റ് ഓഫ് എ ആണെങ്കിൽ എ എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം. ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ. അതായത് എയിലുള്ള എല്ലാ എലമെന്റും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? റിഫ്ലെക്സീവ് ആകുള്ളൂ. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് എലമെന്റ് നോക്കാം. 1 1. ഈ റിലേഷനകത്ത് 1 1 ഉണ്ടോ? 1 1 ഇല്ല. അതായത് 1 1 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ ആണ്. അതപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഇംപ്ലൈസ് ആർ ഈസ് നോട്ട് എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. കാരണം റിഫ്ലെക്സീവ് ആകാനുള്ള കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടി R റിഫ്ലെക്സീവ് അല്ലെന്ന് കിട്ടി. ഇനി അടുത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി സിമെട്രിക് ആണോ എന്ന് നമ്മൾ നോക്കണം. സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ഉറപ്പായിട്ടും ബി എയും ആറിൽ ഉണ്ടായിരിക്കണം. ഇതാണ് സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ. അതായത് എ ബി എന്നുള്ള ഓർഡേർഡ് പെയർ ആർ എന്ന റിലേഷനിൽ ഉണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും ആറിലുണ്ടായിരിക്കണം. നമുക്കെടുക്കാം 1 2 എടുക്കാം. നമ്മുടെ ഫസ്റ്റ് ഓർഡേർഡ് പെയർ 1 2. നമുക്കറിയാം 1 2 എലമെന്റ് ഓഫ് ആർ ആണല്ലോ, ആറാണ്. ഇനി ഇത് സിമെട്രിക് ആകണം എന്താവണം? 2 1 ഉം ആറിൽ ഉണ്ടാകണം. പക്ഷെ നോക്കിക്കേ, 2 1 നമ്മുടെ ഈ റിലേഷൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 1 2 element of R, but 2 1 is not an element of R. This implies R is not symmetric. Okay, അപ്പോൾ 1 2 ആറിലുണ്ട്, പക്ഷെ 2 1 ആറിലില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? R സിമെട്രിക് അല്ലെന്ന് പറയാൻ പറ്റും. ഇനി അപ്പോൾ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല നമ്മൾ കണ്ടു. ഇനി നമ്മൾ എന്ത് നോക്കേണ്ടത്? ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. ട്രാൻസിറ്റീവ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? എ ബി എലമെന്റ് ഓഫ് ആറും ബി സി എലമെന്റ് ഓഫ് ആറും ആണെങ്കിൽ
എന്ത് വേണം? എ സിയും ആറിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ റിലേഷൻ എന്താവുള്ളൂ? ട്രാൻസിറ്റീവ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെന്റ് തന്നെ എടുക്കാം. ഫസ്റ്റ് ഓർഡർ പെയർ 1 2 എടുത്തു. 1 2 ആറിലുണ്ട്. ഇനി 2 സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത എലമെന്റ് നോക്കിയേ, 2 3 ആണ്. 2 3യും ആറിലുണ്ട്. പക്ഷേ 1 3 ആറിലുണ്ടോ? 1 3 ആറിലില്ല. ബട്ട് 1 3 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? 1 2 ഉണ്ട്, 2 3 ഉണ്ട്. പക്ഷേ 1 3 എന്ന് പറയുന്ന ഈ ഓർഡേർഡ് പെയർ എന്തിനകത്തില്ല? നമ്മുടെ ഈ റിലേഷനകത്തില്ല. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആകുമ്പോഴാണ് ആ റിലേഷനെ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഇത് റിഫ്ലെക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്തും കൂടിയല്ല, ഒരു ഈക്വലൻസ് റിലേഷനും കൂടി അല്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. Let R be the relation in the set Z of integer given by R equal to set of all ordered pair AB where 2 divides A minus B. Show that the relation R is transitive. Write the equivalence class of 0. ഇവിടെ equivalence class of 0 എന്നുള്ളത് ഉണ്ട്. അപ്പോൾ equivalence class of 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? All members of set which satisfies the relation. അതായത് നമ്മുടെ ഈ സെറ്റിലെ സെറ്റ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇവിടുത്തെ നമ്മൾ എടുത്തേക്കുന്ന സെറ്റ് ഏതാണ്? ഇസഡ് ആണ്, ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റാണ്. ആ സെറ്റിലെ എലമെൻറ്റ് എപ്പോൾ ഈ ഓർഡേർഡ് പെയറിൽ ഒരെണ്ണം 0 ആകുമ്പോൾ, ഇവിടെ ഈക്വലൻസ് ക്ലാസ് ഓഫ് 0 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഓർഡേർഡ് പെയറിൽ ഒരു എലമെൻറ്റ് 0 ആകുമ്പോൾ ഈ കണ്ടീഷൻ, ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ എലമെൻസിൻ്റെയും ഈ സെറ്റിലെ എലമെൻസിൻ്റെ ഒരു സെറ്റാണ് ഈക്വലൻസ് ക്ലാസ് ഓഫ് 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതപ്പോൾ നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചോദ്യം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എന്താണെന്ന് കാണിക്കണം? ട്രാൻസിറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് R ഈക്വൽ ടു ആണ്. R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി വേർ 2 ഡിവൈഡ്സ് എ മൈനസ് ബി. അതായത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം R എന്ന് പറയുന്നത് റിലേഷൻ അല്ലേ? റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇസഡ് ക്രോസ് ഇസഡിൻ്റെ സബ്സെറ്റ് ആണ്. കാരണം ഇവിടുത്തെ സെറ്റ് ഇസഡ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇത് ട്രാൻസിറ്റീവ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കാനായിട്ട് ഈ റിലേഷനിൽ 2 എലമെൻറ്റ്സ് എടുക്കുക. ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ എന്താണ്? ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ പറയുന്നത് എ ബി എലമെൻറ്റ് ഓഫ് ആറും ബി സി എലമെൻറ്റ് ഓഫ് ആറും ആണെങ്കിൽ ദിസ് ഷുഡ് ഇംപ്ലൈസ് എ സി എലമെൻറ്റ് ഓഫ് ആർ. ഇതാണ് ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് 2 എലമെൻറ്റ്സ് നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് എ ബി എലമെൻറ്റ് ഓഫ് ആറും എടുക്കാം, ബി സി എലമെൻറ്റ് ഓഫ് ആറും എടുക്കാം. എ ബി സി എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് അല്ലേ? കാരണം സെറ്റ് ഇസഡ് ആയതുകൊണ്ട്. ഇനി എ ബി എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ ഈ കണ്ടീഷൻ ഉറപ്പായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. കാരണം റിലേഷനിലെ എലമെൻ്റ് ആണ് എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ. അപ്പോൾ എ ബി എലമെൻറ്റ് ഓഫ് ആർ എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ആറിലുള്ളത് കൊണ്ട് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. അതായത് 2 ഡിവൈഡ്സ് എ മൈനസ് ബി. അതായത് എ ബി എലമെൻറ്റ് ഓഫ് ആർ ആയതുകൊണ്ട് 2 ഡിവൈഡ്സ് എ മൈനസ് ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 മൈനസ് ബി എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാമല്ലോ. 2ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. ഇതുപോലെ തന്നെ ബി സി എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ ബി മൈനസ് സി എന്ന് പറയുന്നത് എന്താണ്? 2ൻ്റെ വേറൊരു മൾട്ടിപ്പിളും ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി എ മൈനസ് ബി എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്, ബി മൈനസ് സി എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? എ സി എലമെൻറ്റ് ഓഫ് ആർ ആണെന്ന് കാണിക്കണം. എ സി എലമെൻറ്റ് ഓഫ് ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എഴുതുമ്പോൾ ആദ്യം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചോളൂ. അപ്പോൾ എളുപ്പമുണ്ടോ? വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ സി എലമെൻറ്റ് ഓഫ് ആർ. എ സി എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ എന്താണ്? എ മൈനസ് സി എന്ന് പറയുന്നത് 2ൻ്റെ
ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം എന്താ, AC എലമെന്റ് ഓഫ് R ആണെങ്കിൽ 2 ഡിവൈഡ്സ് A മൈനസ് C ആയിരിക്കുമല്ലോ, ഉറപ്പായിട്ടായിരിക്കും. 2 ഡിവൈഡ്സ് A മൈനസ് C ആണെങ്കിൽ A മൈനസ് C എന്ന് പറയുന്നത് 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതിന് നമുക്കിപ്പോൾ 2p എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കണ്ടു, ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. A മൈനസ് ബി ഈക്വൽ ടു 2m എന്നും B മൈനസ് സി ഈക്വൽ ടു 2n എന്നും പറഞ്ഞ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 1 + 2 ചെയ്താൽ എന്ത് കിട്ടും? 1 + 2 ചെയ്താൽ A മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ആണ്. അതായത് മൈനസ് ബിയും പ്ലസ് ബിയും കൂടെ ക്യാൻസൽ ആയി പോകും. നമുക്ക് ബാക്കി എന്ത് കിട്ടും? A മൈനസ് സി എന്ന് കിട്ടും. A മൈനസ് സി ഈക്വൽ ടു ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പോൾ 2m പ്ലസ് 2n എന്ന് കിട്ടും. നമുക്ക് രണ്ട് കോമൺ എടുത്ത് പുറത്തെഴുതാം. അപ്പോൾ എന്ത് കിട്ടും? 2 × m + എന്ന് കിട്ടും. ഈ m n എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ ഈ m + n എന്തായിരിക്കും? ഒരു ഇൻറ്റിജർ ആയിരിക്കും. നമുക്കതിനെ p എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ A മൈനസ് സി എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി? 2p എന്ന് കിട്ടി. അതായത് A മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? A മൈനസ് സി എന്ന് പറയുന്നത് AC എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എന്തിനുണ്ട്? നമ്മുടെ റിലേഷൻ ആറിലുണ്ട്. കാരണം എന്താ, ഇത് 2ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഉറപ്പായിട്ടും A മൈനസ് സിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇക്വലൻസ് ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞു ഇക്വലൻസ് ക്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? സെറ്റിലെ എലമെന്റ്സ് എപ്പോൾ ഒരു നമ്മുടെ ഓർഡേർഡ് പെയറിലെ ഒരു എലമെന്റ് 0 ആകുമ്പോൾ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റിലെ എലമെന്റ്സിനെയാണ് നമ്മൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് A0 നമ്മുടെ റിലേഷനിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എക്ക് വരുന്ന വാല്യൂസിൻ്റെ സെറ്റാണ് ഈക്വലൻസ് ക്ലാസ് ഓഫ് 0. അപ്പം നോക്കി, ഇവിടെ A0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A0 എലമെന്റ് ഓഫ് R ആണെങ്കിൽ എന്ത് വരും? 2 ഡിവൈഡ്സ് A മൈനസ് 0 ആയിരിക്കണം. അതായത് ഇവിടെ A എന്ന് പറയുന്നത് ഒരു 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, A എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 2ന്റെ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. നമുക്ക് നെഗറ്റീവ് ഇൻറ്റിജേഴ്സും വരും, പോസിറ്റീവ് ഇൻറ്റിജേഴ്സും വരും. അപ്പോൾ ഈ ഈക്വലൻസ് ക്ലാസ് ഓഫ് 0 എന്ത് വരും? ഇവിടെ 0 വരും. കാരണം എന്താ? 0 മൈനസ് 0 0 ആണ്. 0നെ നമുക്ക് ഏതൊരു നോൺ 0 നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് 0 വരും. പിന്നെ നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഈവൻ നമ്പേഴ്സ് വരും. അപ്പോൾ +or-2 +or-4 +or-6 എക്സെട്ര. അപ്പോൾ ഇതാണ് ഈക്വലൻസ് ക്ലാസ് ഓഫ് 0. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചത് എന്തൊക്കെയാണ്? റിലേഷൻ എന്താണ്, ടൈപ്സ് ഓഫ് റിലേഷൻസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? A × B എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു സബ്സെറ്റിനെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടു ടൈപ്സ് ഓഫ് റിലേഷൻ, എംപ്റ്റി റിലേഷൻ, യൂണിവേഴ്സൽ റിലേഷൻ, പിന്നെ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് റിലേഷൻസ്. പിന്നെ നമ്മൾ കണ്ടത് ഈക്വലൻസ് റിലേഷൻ. ഈക്വലൻസ് റിലേഷൻ എന്ന് വെച്ചാൽ ഒരു റിലേഷൻ എപ്പോഴാണോ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ആകുന്നത്, ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് എന്താണ് ഫങ്ഷൻസ്, പിന്നെ ടൈപ്സ് ഓഫ് ഫങ്ഷൻസും ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.